ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ ഇപ്പോൾ കാണുന്ന വീഡിയോയിൽ, അതായത് നമ്മളിപ്പം പല വീഡിയോയും അപ്ലോഡ് ചെയ്യാറുണ്ട്, കുരുമുളക് കൃഷി ചെയ്യുന്ന ഒക്കെ ഭാഗങ്ങൾ. ആ ഒരു കുരുമുളക് കൃഷി ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ 2 വർഷം മുമ്പ് മേടിച്ച ഒരു സ്ഥലമാണിത്. അതായത് ഇതൊരു പാറ മടയായിരുന്നു നമ്മൾ മേടിക്കുമ്പോൾ. പാറ മട എന്ന് പറയുമ്പോൾ പാറ പൊട്ടിച്ച് മാറിയ കുറേ ഭാഗം ഉണ്ടായിരുന്നു, ഒരു കുളമായിട്ട് കിടക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. ഈ താഴെ മണ്ണ് ലെവലാക്കിയിരിക്കുന്ന വേറൊരു പ്ലോട്ട് പോയതാണ്. ആ പ്ലോട്ടിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മൾ ഈ സ്ഥലം മേടിക്കുന്നത്. അപ്പോൾ ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 2005 2006 കാലഘട്ടങ്ങളിൽ പാറ പൊട്ടിച്ച് പോയി. അതിനുശേഷം പാറ പൊട്ടിക്കാതെ അനാഥമായി കിടന്ന ഒരു ഭാഗമായിരുന്നു. അപ്പോൾ ആ ഭാഗം നമ്മൾ മേടിച്ച് അവിടെ കൃഷി ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാക്കിയെടുത്ത ഒരു വീഡിയോ ആണിത്. അപ്പോൾ ആദ്യം നമ്മൾ ഹിറ്റാച്ച് കയറ്റി അവിടെ മണ്ണെല്ലാം മുകളിൽ നിന്ന് കട്ട് ചെയ്ത് മണ്ണ് ഈ പാറക്കുഴിയിലേക്ക് ഇറക്കി. ആ പാറക്കുഴിയിലേക്ക് ഇറക്കിയതിന് ശേഷമാണ് നമ്മൾ അവിടെ ലെവലാക്കിയെടുത്തത്. അപ്പം നമ്മൾ ആ പാറ നമുക്ക് പൊട്ടിച്ച് മാറ്റേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായി. ആ പാറ പൊട്ടിക്കുന്നതിന് വേണ്ടി കുറച്ച് പൈസ നമുക്ക് ചിലവായി. എന്നിരുന്നാൽ പോലും ഇന്ന് ആ ഭാഗം, അല്ലെങ്കിൽ ആ ഒരു ഭൂമി കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കൃഷിക്ക് അനുയോജ്യമായി നല്ല സമതലമായി നമ്മളത് നിരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ ആ സ്ഥലം മേടിച്ചതിന് ശേഷം അവിടെ ഒരു വീട് വന്നു. താഴ്വശം നമ്മൾ ഹിറ്റാച്ചിക്ക് തന്നെ നമ്മൾ അത് സമതലമായതുകൊണ്ട് നമ്മളത് നിരത്തി എടുത്തു. ഇത് പാറ പൊട്ടിക്കുന്നതിന് വേണ്ടി ജൈക്യാമർ വന്ന ഒരു വീഡിയോ ആണ്. ഇത് 2 വർഷം മുമ്പത്തെ ഒരു വീഡിയോ ആണ്. അപ്പം പാറ പൊട്ടിച്ച് ഏകദേശമൊക്കെ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. ഈ ഭാഗം, ഈ കൂനായിട്ടിരിക്കുന്ന പാറയുണ്ടല്ലോ, അത് നമ്മൾ പൂർണ്ണമായിട്ടും പൊട്ടിച്ച് കുറേ ഭാഗം പുറകിലേക്ക് തള്ളി. എന്നിട്ട് ഈ പാറ പൊട്ടിച്ച ഭാഗവും നമ്മൾ മണ്ണ് ഇട്ട് ഫില്ല് ചെയ്ത് അവിടെയും നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. പാറ നല്ല പാറ തന്നെയായിരുന്നു. നമ്മുടെ ബാക്കിയുള്ള ഈ അതിര് കെട്ടുന്നതിനൊക്കെ ഈ പാറ നമ്മൾ എടുക്കുകയാണ് ഉണ്ടായത്. ഈ ഭാഗമാണ് ഇപ്പോഴും കുളമായിട്ട് തന്നെ കുറച്ച് ഭാഗം നമ്മളവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം മുകളിൽ നിന്ന് ശക്തമായ വെള്ളം ഒഴുകി വരുമ്പോൾ അത് ഈ കുളത്തിൻ്റെ അകത്താണ് ഈ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയിലേക്ക് മുകളിൽ നിന്ന് അത്രയും ശക്തമായി വെള്ളം വന്ന് ഇപ്പോഴത്തെ കൃഷി നശിച്ചു പോകാതെ നമുക്ക് തടഞ്ഞു നിർത്തുന്നതിന് സാധിക്കുന്നുണ്ട്. ഇത് ആ കുളത്തിൻ്റെ അകത്ത് ഉൾവശമാണ്. ഉൾവശത്തെ ചപ്പും ചടാലും അതിനകത്ത് കല്ലും മണ്ണും ഒക്കെ JCB വെച്ച് നമ്മൾ മാറ്റുകയാണ്. കുളം നമ്മൾ ഭാവിയിലേക്ക് ഒരു മീൻ കുളമാക്കി എടുക്കാനാണ് നമ്മുടെ ഉദ്ദേശം. അതിനുവേണ്ടി നമ്മൾ കുളം പൂർണ്ണമായിട്ടും കുളമായി തന്നെ നിർത്തക്കത്ത രീതിയിൽ നമ്മൾ തെളിച്ച് നല്ല വൃത്തിയായിട്ട് എടുക്കുകയുണ്ടായി. ഇത് ഒരു നമ്മുടെ ഒരു വൃക്ഷമാണ്. അതിങ്ങനെ പെടന്ന് വീണിട്ട് നല്ല രീതിയിൽ അത് വളർന്നിങ്ങനെ നിൽക്കുകയാണ് ഒരു പാറയുടെ മുകളിൽ. അപ്പം കുറേ കഷ്ടപ്പെട്ടു. JCBക്കാരാണേലും നമ്മുടെ പണിയാരാണേലും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു ഈ പാറയൊക്കെ ലെവലാക്കുവാനും ഒക്കെ. കാരണം മുകളിൽ നിന്ന് കട്ട് ചെയ്ത മണ്ണായതുകൊണ്ട് മഴക്കാലത്താണ് നമ്മളിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം, ആ പാറയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നത് കാണാം. അപ്പോൾ ഇത് മഴക്കാലത്താണ് ചെയ്തത്. അപ്പം JCB ഇറങ്ങാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും അവർ അതെല്ലാം തെളിച്ച് നല്ല വൃത്തിയാക്കി എടുത്തു. നമ്മൾ ആദ്യം കണ്ട ആ ഒരു പാറ നിൽക്കുന്ന ഭാഗമില്ലേ, ആ ഒരു ഭാഗത്താണ് ഇപ്പം JCB നിൽക്കുന്നത്. ആ ഒരു പാറയെല്ലാം പൊട്ടിച്ച് നമ്മളവിടെ ലെവലാക്കിയെടുത്ത് അവിടെയും മണ്ണ് ഫില്ല് എടുത്ത് നല്ല വൃത്തിയായിട്ടും എടുത്തു. ഈ പാറ നമ്മൾ നമുക്ക് സൈഡ് കെട്ടുന്നതിന് വേണ്ടി നമ്മൾ താഴത്തെ ഭാഗത്തേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. പിന്നീട് അവിടെ ഒരു കുളം ഓൾറെഡി അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ പണിയാരെ വെച്ചിട്ട് ഒരു ചേച്ചിയും ഒരു ചേട്ടനും ഉണ്ടായിരുന്നു. അവർ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ടു. അതിൻ്റെ അകത്തെ ചെറിയ തരി പാറകൾ പോലും ഇപ്പോഴും പാറകളുണ്ട്. ആ പാറകളൊക്കെ അവർ കിളച്ച് എടുത്ത് മാറ്റി, എന്നിട്ട് ഒരിടത്ത് ഒരു സമീപത്തായിട്ട് കൂട്ടി ഇടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ അറിയാം, ഇത് നമുക്ക് ഈ തടവെടുക്കുന്നതിന്, ഇത് വാഴ വെക്കുന്നതിന് മുമ്പുള്ള ഒരു ഭാഗമാണിത്. നമ്മൾ ആദ്യം കണ്ടൊരു വീഡിയോ ഇല്ലേ, ആ വീഡിയോയും ഈ വീഡിയോ ആയിട്ടൊന്ന് താരതമ്യം ചെയ്താൽ മനസ്സിലാകും. ആ ഒരു പാറമടയായിട്ടുണ്ടായിരുന്ന ഭാഗം നമ്മൾ പൂർണ്ണമായിട്ടും ലെവൽ ചെയ്ത് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡെല്ലാം നമ്മൾ കെട്ടി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ ആ ലെവൽ ചെയ്ത ഭാഗത്തെ വീഡിയോ തന്നെയാണ്. ഇത് മുകളിലത്തെ മണ്ണ് ലെവൽ ചെയ്ത് ഇടുന്ന ആ ഒരു ഭാഗത്തെ സാഹചര്യം ഉണ്ടായിരുന്ന സമയത്തെയാണ്. താഴ്വശത്ത് ഒരു വീട് വന്നു. അപ്പം നമ്മൾ അതിനെ കുറച്ച് ഇപ്പുറത്തായിട്ട് നമ്മൾ കുറേ കുഴികൾ എടുത്തിട്ടുണ്ട്. അതെല്ലാം തെങ്ങ് വെക്കുകയാണ് ഉണ്ടായത്. അത് ഓരോ തട്ടാണ് കേട്ടോ. ഓരോ തട്ടിലും നമ്മൾ കുറച്ച് ഒരു 4 വരി തെങ്ങും തൈയും കൂടെ വെച്ച് ഈ ഭാഗത്തെ മണ്ണാണ് നമ്മൾ കട്ട് ചെയ്ത് താഴെ
ഫില്ല് ചെയ്തെടുത്തത്. അതുകൊണ്ട് മേൽമണ്ണ് ശരിക്കും പറഞ്ഞാൽ അടിയിൽ പോയി. പിന്നെ ഈ മേൽമണ്ണ് വളക്കൂറുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് ജൈവ വളങ്ങളൊക്കെ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വന്നു. എന്നിരുന്നാലും ആ പാറമടയായിട്ട് കിടന്ന ഭാഗം നല്ല രീതിയിൽ ഒരു കൃഷിഭൂമിയാക്കി മാറ്റിയത് വളരെ സന്തോഷമുണ്ട്. ഈ സൈഡിൽ കൂടെ പാറയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ട്. അത് ആ കുളത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ഒരു ചാല് പോലെ കീറിയിട്ടുള്ളത്. ഇത് നമ്മൾ വാഴ വിത്തുകൾ വെച്ചതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ്. അപ്പം പല വീഡിയോകളും ഒന്നിച്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു 2 വർഷം മുമ്പത്തെയാണ്. ഇവിടെയെല്ലാം നമ്മൾ തെങ്ങിൻ തൈ വെച്ചിട്ടുണ്ട്. ആ തെങ്ങിൻ തൈയൊക്കെ നമുക്ക് ഈ ലേറ്റസ്റ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഷോട്ടിലൊക്കെ കാണാം. ഈ തെങ്ങിൻ തൈയൊക്കെ ഏകദേശമൊക്കെ വളർന്നിട്ടുണ്ട്. നമുക്കൊന്നും നമ്മൾ വെച്ച വാഴവിത്തുകളൊക്കെ വളർന്നു വരുന്ന ഒരു സമയത്തെ വീഡിയോ ആണിത്. നമ്മൾ പല കാലഘട്ടത്തിലെ വീഡിയോ ഒന്നിച്ചാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഏകദേശം വാഴവിത്തുകളെല്ലാം വളർന്നു വന്നു. നമ്മൾ പിന്നെ അതിന് സ്പ്രിങ്ക്ലർ വെക്കുകയുണ്ടായി. നല്ല രീതിയിൽ വെയിൽ പിടിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പം വെയിലടിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളതിന് സ്പ്രിങ്ക്ലർ വെക്കുകയുണ്ടായി. ട്രിപ്പല്ല വെച്ചത്, സ്പ്രിങ്ക്ലറാണ് വെച്ചത് വാഴയ്ക്ക്. അപ്പോൾ സ്പ്രിങ്ക്ലർ വെച്ച ആ സമയത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നേരത്തെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഒന്നുകൂടെ ഇത് അപ്ലോഡ് ചെയ്യുകയാണ്. നമുക്ക് ഏകദേശം വാഴയെല്ലാം തന്നെ ഏത്തവാഴയാണ് നമ്മൾ വെച്ചത്. വാഴയെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ കുലച്ചു. ഇപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ കൊടി ഇടുന്നതിന് വേണ്ടി കിളിഞ്ഞിക്കാലുകൾ നാട്ടിയിരിക്കുകയാണ്. നമ്മൾ ആ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ 3 കാലഘട്ടം, അതായത് 3 സമയത്ത് പാറമടയായിരുന്ന ഭാഗത്തെ പിന്നീട് കൃഷിഭൂമി ആയതിനു ശേഷം മണ്ണ് ലെവൽ ചെയ്ത ആ ഒരു സമയം, അതെല്ലാം കൂടെ ഒന്നിച്ച് ക്ലിപ്പ് ചെയ്ത് ഒരു ചെറിയൊരു പോർഷൻ കൂടെ ആഡ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.